നമസ്കാരം. ഇത് നമ്മുടെ തിരുവല്ല പെരുന്തുരുത്തിയാണ്. ഇത് ഏവീസ് പുട്ടുകടയാണ്, റെസ്റ്റോറൻറ്റ്. അറിയാമല്ലോ, നമുക്ക് കുട്ടനാടൻ സൈഡിൽ പോകുമ്പോൾ AC റോഡിലും ഏവീസിൻ്റെ വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചാളുണ്ട് തിരുവല്ല പെരുന്തുരുത്തിലുണ്ട്. അപ്പം അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. പുട്ടും അപ്പവും ഇടിയപ്പവും റേറ്റും നോർമൽ സാധാരണ റേറ്റേ ഉള്ളൂ. വെജിറ്റബിൾ കടലയുണ്ട്, വെജിറ്റബിൾ ഉണ്ട്, പിന്നെ മുട്ടയുണ്ട്, മുട്ട റോസ്റ്റ്, ബീഫ് ചിക്കനൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ അരിപ്പൊടി കേട്ടോ, അരിപ്പൊടി, അവലേസ് പൊടി, ചെമ്പ പുട്ടുപൊടി, അപ്പപ്പൊടി, അച്ചാറുകളെ, അങ്ങനെ നിരവധി സാധനങ്ങൾ അവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ 5 കിലോയുടെയും 2 കിലോയുടെയും 1/2 കിലോയുടെ ഒക്കെ ആയിട്ട് പല പല ഇതുണ്ട്. നമ്മൾ അത് യാത്ര ചെയ്യുമ്പം ഒന്ന് കയറുക, ആവശ്യമുള്ള സാധനം വാങ്ങിക്കുക. ഈ പുട്ടുപൊടിയൊക്കെ നമ്മൾ കഴിക്കുന്ന ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ അവരോട് ചോദിക്കണം അതെങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്വാളിറ്റി ടേസ്റ്റ് കിട്ടത്തില്ല. അവർ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പം അതുവഴി പോകുന്നവരൊക്കെ ഒന്ന് കയറി ഫുഡ് കഴിക്കുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും കമൻറ്റ് കൂടെ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഷുഗർലെസ്സാണ് കളികടൊക്കെ കേട്ടോ, ചെറിയ കളികടൊക്കെയാണ്, ഷുഗർലെസ്സാണ്. അത് ഷുഗർ കഴിക്കാൻ നേരം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടലക്കറി, വെജിറ്റബിൾ കറി കണ്ടോ, ചെമ്പ ചിരട്ടപ്പൊട്ട് സൂപ്പറാണ്. നമ്മുടെ സ്വന്തം ബീച്ചാച്ചട്ടൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ചുറ്റിക്കരിക്കേ നാണം വരുന്നത്, പുട്ട് കഴിക്കാൻ നാണമാണ്. നാണത്താൽ മുങ്ങിയ ബീച്ചാനെ ഒഴിവാക്കിക്കൊണ്ട് ഇടിയപ്പം എടുത്തുകൊണ്ട് ചേച്ചിയും പിള്ളേരും കേട്ടോ, അവർ കഴിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തിന്നാൻ സമ്മതിക്കണം, താങ്കളുടെ വീഡിയോ ഒന്ന് ഒഴിവാക്കാമോ എന്ന് ചോദിച്ചു. നമ്മളതുകൊണ്ട് വീഡിയോ ഫുഡിലേക്ക് മാത്രമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ വെജിറ്റബിളും ഇടിയപ്പവും ഞാൻ റിയൊക്കെ വെച്ച് പറഞ്ഞു സൂപ്പറായിരുന്നു, നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി പിന്നൊന്നും പറയത്തില്ല, അതിന് കുഴപ്പമില്ല. ഇടിയപ്പത്തിന് ഇവിടെ കിഴങ്ങേറി കടല, അങ്ങനെ പുട്ടും കടലയും ആയിരുന്നു കേട്ടോ. അതിവിടെ നമ്മൾ പാലപ്പോടെ വാങ്ങിച്ചിട്ടുണ്ട്, അതും കാണിക്കാം. ഇപ്പോൾ നല്ല കളർഫുള്ളാണ് സാധനം കേട്ടോ. കളർഫുള്ളാണെങ്കിലും കെമിക്കൽസ് ഇല്ലെന്നാണ് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പം വെജിറ്റബിളും കടലയും അത് വേറെ കോമ്പിനേഷനാണ്. കള്ളപ്പം നല്ല സോഫ്റ്റ് കേട്ടോ, അത് പഞ്ഞ് പോലെ ഇരിക്കും നമ്മൾ കഴിക്കാൻ കേട്ടോ. ഏറ്റവും വലിയ സാധാ പഞ്ഞ് പോലിക്കും. പിന്നെ ചായ, ചൂട് സൂപ്പർ ചായ കൊള്ളാം. രാവിലത്തെ ഭക്ഷണം മനോഹരമായിരുന്നു. കണ്ട ആഹാ, എന്നാ അത്യാവശ്യം അറിയോ അങ്ങനെ കഴിച്ചുകൊണ്ട് ഞാൻ വൈകത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കേ.